മതി അപ്പച്ചി, ഇതൂടെ മതി. ചിലപ്പോ അവളുടനെ എങ്ങനെ കയറി വന്ന പണി പാളും. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് പോണം. വെട്ടി വിഴുങ്ങുന്നെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയാണല്ലോ കഴിക്കുന്നത്. ആ അതെ, ആഹാരം കാണാത്തതുപോലെ ആണല്ലോടാ നീ കഴിച്ചോണ്ടിരിക്കുന്നത്. കുറെ നാളായില്ല അപ്പച്ചി അപ്പച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ എന്നിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ഭാര്യയും ഭർത്താവും കൂടി ജ്വല്ലറിയിൽ വന്നായിരുന്നു. അത് ശരി, എന്തിനാ വന്ന്? എന്തിനാണെന്നൊന്നും അറിയില്ല. രണ്ടിനും മുഖം കൊടുക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ മിന്നൽ പരിശോധനയാണോ പർച്ചേസ് ആണോ എന്നുള്ളത് ചെന്നാലേ അറിയാൻ പറ്റൂ. അവളായിരിക്കും കറങ്ങാൻ കൊണ്ടുപോകുന്ന. ആ അല്ലാതെ പിന്നെ ആരാ? ഇത്തിരി കറിയുടെ ഉളം പപ്പച്ചി. അവള് വന്നപ്പോ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത് അപ്പച്ചിക്ക് ജോലിയായല്ലേ? പിന്നല്ലാതെ, അവൾ അടുക്കളപ്പണി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാ ഒരുത്തി അങ്ങ് പറഞ്ഞു വിട്ടത്. എടാ, അവളിപ്പോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരുന്നുള്ളൂ. ബാക്കി ദിവസമൊക്കെ വേറെ ഏതോ ഒരു വീട്ടിൽ പോവുക. സാരമില്ല അപ്പച്ചി, എനിക്കൊപ്പം നിങ്ങൾ നിന്നാ മതി. മഹാലക്ഷ്മിയെ പുറത്താക്കിയിട്ട് നമുക്ക് ഈ വീട് പഴയപടിയാക്കാം. ഇതിനു മുമ്പ് എന്തിനേതിന് കണ്ണൻ എന്നെ വേണമായിരുന്നല്ലോ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നീ മതിയാക്കിയോ? ഓ, ഒരുപാടായി അപ്പച്ചി. തമ്പുരാട്ടിന്ന് നേരത്തെ എത്തിയോ കറക്കമൊക്കെ കഴിഞ്ഞിട്ട്? എന്നിട്ട് ഭർത്താവ് എവിടെ? കണ്ണേട്ടൻ ഫൈനാൻസിലേക്ക് പോയി. എന്നോട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. ആ, കറങ്ങാൻ പോയിട്ട് നിങ്ങൾക്കിന്ന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും കിട്ടിയില്ലേ? അതിനുവേണ്ടിയല്ല ഞാൻ പോയത്. ഓ, കണ്ണൻ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയതായിരിക്കും അല്ലേ? ഇനി ഇവളെ അതിന്റെ എല്ലാം മേൽനോട്ടം ഏൽപ്പിക്കാൻ പോവുകയായിരിക്കും. ആ, എന്നാ പിന്നെ തമ്പുരാട്ടി വേഷമൊക്കെ മാറി വാ. ദേ, ഇവളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ നോക്ക്. ചെല്ല്. എടി മോളെ, അവളെ അവൻ സ്വർണ്ണക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് അറിയില്ലല്ലോ. അമ്മ പറഞ്ഞത് തന്നെയാ സത്യം. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അവളെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാ. അങ്ങേർക്ക് വീൽ ചെയർ വേണമല്ലോ എവിടെയും പോവാൻ. ഇവൾക്കാണെങ്കിൽ കാറിലിരുന്ന് ചുറ്റിയാ മതിയല്ലോ. അതും കൂടെ ആയിക്കഴിഞ്ഞാലേ ഇനി കരുണയെടുത്തി ഉണ്ണിയേട്ടിന് വില വെക്കത്തേയില്ല. ഇപ്പൊ തന്നെ പരാതിയോട് പരാതിയാ. അല്ല, മേഘേട്ടനെവിടെ? എടി മോളെ, അവൻ കൈ കഴുകിയിട്ട് ഇവളെ കണ്ടപ്പോ ഓടിപ്പോയി കാണും. അത്രയ്ക്ക് ദേഷ്യമാണല്ലോ അവളോട്.
ഈശ്വര, ഇന്ന് അവൾ എന്നെ കണ്ടത് തന്നെ. ഇതിനകത്ത് ആരോ കേറിയിട്ടുണ്ടല്ലോ. ഇവളിനെ മുറിയാകെ പരിശോധിക്കൂ, എനിക്ക് പെട്ടത് തന്നെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.